എന്നാലും ആശാത്തിനേക്കാരൻ വരാൻ പറഞ്ഞത് ഇങ്ങോട്ട് പോരണേ ആശാന്റെ അടുത്തേക്കല്ല എന്തായാലും വെറുതെ ആവില്ലല്ലോ. ആശാനെ ഇവിടെ ഇവിടെ അല്ല ആശാനെ എത്തിനപ്പങ്ങൾ വരാൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു കാര്യത്തെ ഞങ്ങളെ വിളിക്കോ? ഇല്ലല്ലോ. കാണേ വീടിന് മുറ്റത്ത് പാമ്പിനെ കണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടമ്മയെ പുറത്തേക്ക് വിളിച്ചിറക്കിയ ശേഷമാണ് മോഷണം നടന്നത്. എന്താ കാരണം? ഒരു പവന് ഇപ്പൊ എത്ര? 1 ലക്ഷം. പൈസ ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണ്. ഇതേപോലെ എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ച് വീടുകളിൽ കയറിയിട്ട് മാല മോഷ്ടിച്ചിട്ട് ഓടാ. ആൾക്കാർ പുറം പൊളിച്ചു ആശാനൊക്കെ. ആൾക്കാർ കാണൂലല്ലോ. ഒന്ന് കൈ കിട്ടിയാ ഓടാ. പിന്നെ 2 മാസത്തിന് വരണ്ട. ഒരു പവന് 1 ലക്ഷം റുപ്യാണ്. അല്ല അതിനാശാനെ ഇപ്പൊ എല്ലാ പേരിലും ക്യാമറ അല്ലേ? നെഗറ്റീവ് അടിക്കലടാ. ക്യാമറ വീടുകളിൽ പോകണ്ടാണ്. ക്യാമറയിലൊക്കെ പൈസക്കാരെ വീട്ടിലേക്കാരെ. പൈസക്കാരെ വീട്ടിലൊന്നും ആൾക്കാർ സ്വർണ്ണിട്ട് നടക്കൂലെന്ന്. ഈ ഇടം നല്ല വീടുകളുണ്ടല്ലോ, ഈ സ്വർണ്ണൊക്കെ ആൾക്കാരെ കാണിച്ച് മുങ്ക് കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ വീടുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. അതിന് ഇനി മുരുകനൊക്കെ ആൾക്കാർ കണ്ടാ തല്ലു. എങ്ങനെ നമ്മൾ പോവാ? ആശാ പറയും അതേപോലെ ചെയ്താൽ മതി. ആടി ആ പെരയില് ക്യാമറ ഇല്ല ഒന്നും കേട്ടോ. ക്യാമറ മാത്രമില്ലാന്നുള്ള അവിടെ ആണുങ്ങളില്ലാന്നുള്ള ഉറപ്പെടുത്ത ആസാൻ പറഞ്ഞിട്ടുണ്ട്. അതാ ആളില്ല. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഓ ആ ഭാഗം കൊണ്ട് നമ്മൾ ക്ലിയർ ആണ്. ഞങ്ങള് PP ഓഫീസിൽ നിന്നാണ് ഒരു സർവേക്ക് വേണ്ടിട്ട് വന്നതാണ്. ഇവിടെ എത്ര ആളുണ്ട്? 6 ആൾക്കാർ. ഇവിടെ വലിയോല് എത്ര ആളാ? കുട്ടികൾ എത്ര ആളാ? വലിയോല് 4 ആളും കുട്ടികള് 2. എന്നാ താത്ത ഇവിടെ ഒരു ഒപ്പിട്ട് തരുമോ? ആയിക്കോട്ടെ. എവിടെ കാക്ക ഒപ്പിടണ്ടേ? ഇവിടെ. ഹലോ ഇന്റെ ചെയിന് വണ്ടി അറിയോ? വണ്ടി ചെയിനൊക്കെ കൊണ്ടുപോടെ കള്ളൻ. ഹലോ ഇന്റെ ചെയിന് പോയി. കിട്ടി ഒരു 5 പവനോരം ഉണ്ടാവും. നമ്മ കൊണ്ടുപോയി വിൽക്കല്ലേ? വിൽക്കാനായിട്ടില്ല. ഇവിടെ വിറ്റിട്ട് പോലീസ് വിളിച്ചു. ആസാൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ ഉണ്ടായിക്കാണ് ബ്ലാക്കിൽ വിൽക്കാന്നാണ്. അപ്പൊ തുണിസേ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സ്വർണത്തിനൊക്കെ 1 ലക്ഷമാണ് ഇപ്പൊ വില ഒരു പവന്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും ഈ ആഭരണം കെട്ടുകാണ്ട് വീട്ടിൽ പുറത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക. അറിയാത്ത ആളുകൾ പല കാരണം പറഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കയ്യകല അങ്ങേപ്പുറത്ത് നിർത്തിക്കോളേനി, അടുത്ത് കടുപ്പിക്കാൻ നിൽക്കണ്ട. അതേപോലെ അനാവശ്യമായിട്ട് ഈ സ്വർണ്ണങ്ങൾ കിട്ടി നടക്കുന്നത് കുറച്ച് കുറക്കുക അല്ലെ. നമ്മൾ മിഡിൽ ക്ലാസ്സുകാർക്കാണ് കൂടുതൽ അല്ലേ? അല്ലാതെ വലിയ വലിയ പൈസക്കാരൊന്നും ഈ സ്വർണ്ണം ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് സിമ്പിൾ ഡ്രസ്സും സിമ്പിൾ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. സ്വർണ്ണമില്ലാത്തവരുണ്ട് ഒരു മുക്കുപണ്ട് ഇടുന്ന പരിപാടി, അതും ശ്രദ്ധിക്കണം. ജീവൻ പോകും. വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട. ആ കട്ടിയുള്ള സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ആ ഷോ കാണിക്കാൻ വേണ്ടി അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണം. സ്വർണ്ണം ഉണ്ടെങ്കിൽ വല്ല ബാഗ് കൊണ്ടുപോയി വെച്ചാളി, അല്ലെങ്കിൽ വല്ല ലോക്കറിൽ വെച്ചാളി. ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡേ ബൈ ഡേ ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോയിൻസ് ആക്കി വെച്ചാളി, അതിനൊക്കൂല. അതുപോലത്തെ കുറെ കള്ളന്മാരുണ്ട്, വന്ന് കണ്ട് പൊട്ടിച്ചിട്ട് പോവും, ജീവനും പോവും. വെറുതെ ഇതിനൊക്കെ നിൽക്കണേ. അപ്പൊ ശരി എന്നാ എല്ലാം പറഞ്ഞ പോലെ ടാറ്റ ബൈ.